ദൈവം ഒരുക്കിയ സാവകാശത്തിന് ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ബഹുമാനവും അർപ്പിക്കുന്നതോടൊപ്പം സന്നിഹിതരായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, ബഹുമാന്യരായ ദൈവമക്കൾ എല്ലാവർക്കും, വിശേഷാൽ ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എന്ന് പകലത്തെ കൂടിവരവ് നമുക്ക് അനുഗ്രഹവും ആത്മീക വർധനവും ദൈവനാമ മഹത്വത്തിന് കാരണവുമായി തീരട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യം പല സീസണിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. ചില സീസണുകൾ രോഗവ്യാപനത്തിനു വേണ്ടി അലർജിയായോ അല്ലെങ്കിൽ മറ്റ് വിവിധ നിലകളിൽ പനിയായോ ഒക്കെ ബാധിക്കുന്ന ഒരു സീസണാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ഉത്സാഹത്തോടെ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന വളരെ നല്ല ആത്മനിറവോടുകൂടെ നാം അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ ശുശ്രൂഷകൾ, ഒരു ഭാഗത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ന്യായമായി ചോദിക്കുക, ഉപവാസമൊക്കെ നടക്കുമ്പോൾ എന്താ പക്ഷേ ഇങ്ങനെയെന്ന്. ഉപവാസമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ശരീരം ബലഹീനമാകും. അപ്പോൾ കൂടുതൽ ഈ പകർച്ചവ്യാധികളെ നമ്മളെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എനിവേ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ഈ പ്രാർത്ഥന നമ്മൾ ക്യാൻസൽ ചെയ്യുകയല്ല. എന്നാൽ ഭവനങ്ങളിൽ പരിമിതമായ സൗകര്യങ്ങളിൽ നമ്മൾ ഒതുങ്ങിയിരുന്ന് പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വ്യാപനത്തിൻ്റെ തോത് വർദ്ധിക്കും. ഭവനങ്ങളിലെ പ്രാർത്ഥന ഈ ആഴ്ച ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ ഹോളിലോ ഒക്കെ ആയിട്ട് നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് കഴിയുന്നവർ ഉപവസിച്ചും ആ നിലകളിൽ ആ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് ദിവസങ്ങളിലെ മീറ്റിങ്ങുകൾ നമ്മൾ ക്രമീകരണം ചെയ്തതുപോലെ തന്നെ വളരെ അനുഗ്രഹീതമായി ഇവിടെ വെച്ച് നിർവഹിക്കപ്പെടുവാനുള്ള ക്രമീകരണങ്ങളും ചെയ്യുന്നതാണ്. ആരും അതുകൊണ്ട് മടുത്തു പോകരുത്, ക്ഷീണം തോന്നരുത്. ഞാനും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശരീരത്തിന് വേദനയും പനിയും ഒക്കെ ഭാരപ്പെട്ടു. ഇന്ന് രാവിലെ കടന്നു വരുവാൻ കഴിയുമോ എന്ന് വളരെ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഒരു ബലത്തിന് പോകുന്നതാണ്. നമ്മൾ 9:15 തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. 9:55 ആകുമ്പോഴേക്ക് എൻ്റെ വചന ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗാന ശുശ്രൂഷയ്ക്ക് കയറത്തക്ക രീതിയിൽ ഞാനൊരു ടൈം ഷെഡ്യൂൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ പോകും. 11:30 ആകുമ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് സെഷൻ, നമ്മുടെ വർഷിപ്പിൻ്റെ സെഷൻ അവസാനിക്കത്തക്ക രീതിയിൽ തന്നെ ആയിരിക്കും ക്രമീകരണങ്ങൾ. കാരണം നമ്മുടെ പ്രാർത്ഥനയോടുകൂടെ നാം ക്രമീകരിച്ചിരിക്കുന്നതായ വാർഷിക തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതായ ക്രമീകരണങ്ങൾ ഇന്ന് പകൽ നിർവഹിക്കപ്പെടേണ്ടത് അത് ആവശ്യമാണ് എന്നതുകൊണ്ട് അത് ആ നിലയിൽ തന്നെ ആയിരിക്കും ക്രമീകരണം മുൻപോട്ട് പോകുന്നത്. എന്നാൽ അനേക പ്രിയപ്പെട്ടവർ സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. അവരെല്ലാം ഭവനങ്ങളിൽ പലരും ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഒത്തിരി പേർക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടായിട്ടും കഴിയാതെ ആയിരിക്കുന്നു. അവരെല്ലാവരെയും വഹിച്ച് നമുക്ക് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം പരിപാലിക്കട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാഥമികമായ മുൻകരുതലുകൾ നമ്മൾ എടുക്കുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. വചനത്തിൽ നിന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, വളരെ പെട്ടെന്ന് ഞാൻ ചില വാക്കുകൾ ഓർപ്പിച്ച് നിർത്തുകയാണ്. ദൈവാത്മാവ് ഹൃദയത്തിൽ തന്ന വളരെ വിലപ്പെട്ട ചില ചിന്തകൾ കഴിഞ്ഞ പല സെഷനുകളിൽ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ കുറിവാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അതിൽ നിന്ന് ഒരു വാചകം മാത്രം നിങ്ങളുടെ മുൻപിൽ പറഞ്ഞുകൊണ്ടിരുന്ന വേദഭാഗത്തു നിന്ന് ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ തക്ക സമയത്ത് ഈ ശുശ്രൂഷ എൻ്റെ പ്രാരംഭ സമയം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലാവരും പ്രാർത്ഥിക്കണം. അത് ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ. ആർക്കും യാതൊരു ക്ഷീണവും കൂടാതെ ദൈവം കാക്കട്ടെ. നമ്മുടെ കുറിവാക്യം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് നാം കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ അത് ദൈവാത്മാവ് പ്രത്യേക ഒരു നിയോഗം തന്നതുകൊണ്ട് ആ വാക്യത്തിലേക്ക് നമ്മൾ ടേൺ ചെയ്തതാണ്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ പൊതുവായി ഞായറാഴ്ച എടുത്തുകൊണ്ടിരുന്ന വിഷയം ഞാൻ തൽക്കാലം ഞാൻ ഇന്ന് എടുക്കാതെ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് സെഷനിൽ ഞാൻ എടുത്ത വാചകത്തോട് ബന്ധപ്പെട്ട ചില ചിന്ത നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. കൃപ വ്യർത്ഥമാക്കരുത്, അതാണ് പ്രധാനപ്പെട്ട അവിടെ എഴുതിയിരിക്കുന്ന പദപ്രയോഗം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വാചകമാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അപ്പം നമ്മൾ പ്രാപിച്ച ദൈവകൃപ വ്യർത്ഥമാകുവാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് കണ്ട ഏറ്റവും കരുത്തുറ്റ ഒരു മനുഷ്യൻ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. പക്ഷെങ്കിൽ അല്പം അശ്രദ്ധ നിമിത്തം ആ ലഭ്യമായ കൃപ അതതിൻ്റെ പൂർണ്ണ അളവിൽ നിലനിർത്തുവാൻ കഴിയാതെ തന്നിൽ കൂടെ തന്നെ തൻ്റെ തലമുറ ഹാമാണ് തന്നെക്കുറിച്ച് പറയുന്നതെങ്കിലും അവിടെ റോളിൽ കാണാനില്ലാത്ത, ചിത്രത്തിൽ കാണാനില്ലാത്ത ഒരു വ്യക്തി
കനാനാണ് ശപിക്കപ്പെട്ടവനെന്ന് വചനം പറയുന്നത്. അപ്പോൾ നോക്കണം, മകൻ്റെ മകൻ, കൊച്ചുമകൻ ശപിക്കപ്പെട്ടു എന്ന് പറയത്തക്ക നിലയിൽ ലഭിച്ച കൃപ വ്യർത്ഥമാകുന്ന ഒരു റേസിലേക്ക് വ്യർത്ഥമാകുന്ന ആ തലമുറ പിന്നീട് ദൈവജനത്തിന് മുഴുവൻ വിരോധമായി അവർക്കെല്ലാ കാലത്തും പ്രതിയോഗി എന്നവണ്ണം നിലനിൽക്കുവാൻ അത് സാധ്യതയുണ്ടാകുന്നു എന്നത് ദൈവവചനത്തിൽ നിന്ന് നാം ആദ്യം കണ്ടു. ആയതിനു ശേഷം നാം വന്നപ്പോൾ ദൈവവചനത്തിൽ നിന്ന് നാം ശ്രദ്ധിച്ചത് അപ്പോസ്തലപ്രവൃത്തി 20:32 കൃപയുടെ വചനത്തിൽ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് വചനത്തെ അനുസരിച്ച് വചനത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ, നൽകപ്പെട്ട ദൈവകൃപയുടെ വചനം നാം അനുസരിച്ച് നിലനിൽക്കുന്നില്ല എങ്കിൽ ആ കൃപയുടെ വചനം നമുക്ക് വ്യർത്ഥമാക്കുവാൻ കഴിയും എന്നതാണ് നാം അടുത്തത് ചിന്തിച്ചത്. അടുത്തത് മൂന്നാമതായി നാം കണ്ടത്, നമുക്കെന്തിനാണ് ഈ ദൈവകൃപ ലഭിച്ചത്? അത് റോമർ 15:6 ക്രിസ്തുവിൽ ഏകചിന്തയോടിരിപ്പാൻ, ക്രിസ്തുവിന് പിതാവായ ദൈവത്തോട് സമ്പൂർണ്ണ ഏകാഗ്രത, അനുസരണം, അതെല്ലാ മേഖലകളിലും ക്രിസ്തുവിൻ്റെ അനുസരണം, ഏക ചിന്തയോട് പിതാവിനോടുള്ള ബന്ധത്തിൽ താൻ നിന്നതുപോലെ ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് പിതാവിനോടുള്ള ബന്ധത്തിൽ ഏകാഗ്രതയോടെ നിൽക്കണമെന്ന് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ നിലയിൽ നാം നിൽക്കുന്നില്ല എങ്കിൽ നാം ആ കൃപ വ്യർത്ഥമാക്കുന്നു എന്ന് ദൈവവചനത്തിൽ നിന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. വളരെ ഗൗരവമായി നാം അവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു വചനം ഇതാണ്. നാം പലപ്പോഴും ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മനസ്സറിയുവാൻ നാം ഏൽപ്പിക്കുമ്പോൾ, നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും അനുസരിച്ച് നാം വ്യതിചലിച്ചു പോകുവാൻ ജഡത്തിൽ സാധ്യതയുള്ളത് കൊണ്ട് ദൈവാത്മാവിനെ നമുക്ക് സഹായകനായി തന്നിരിക്കുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിലും നിർമ്മലതയിലും നമ്മെ സൂക്ഷിക്കുവാനാണ്. പരിശുദ്ധാത്മാവ് നമ്മെ എല്ലായ്പ്പോഴും കൈത്താങ്ങൽ ചെയ്യുന്നത് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നമ്മെ നിർത്തുവാനാണ്. അത് വ്യർത്ഥമാക്കി കളയരുത് എന്ന് നാം ചിന്തിച്ചു. ആയതിനു ശേഷം നാം നേരെ കടന്നു വന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യമാണ് നാം ഒടുവിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ചില ചിന്തകൾ കൂടെ നമുക്കൊന്ന് ധ്യാനിപ്പാൻ ചില നിമിഷങ്ങൾ കൂടെ നമുക്കൊന്ന് വിനിയോഗിക്കാം. 15-ാം വാക്യം. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. നോക്കണം, ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന കൃപയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ഗൗരവമായി നിങ്ങളോട് ഓർപ്പിക്കുകയുണ്ടായി. കൃപ പലരിലേക്കും പെരുകുവാൻ 2 വസ്തുതകൾ ഇവിടെ ഈ 2 ഖണ്ഡികയിൽ മുകളിൽ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ദൈവാത്മാവിനാൽ ക്രിസ്തുവേശു നമ്മിൽ വാസം ചെയ്യുകയും ആ ദൈവാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം, കാരണം നോക്കിയ 3-ാം അധ്യായം അവസാന ഭാഗം അതാണ് കാണുന്നത്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ദൈവ തേജസ്സിനാൽ നാം ക്രിസ്തു അനുരൂപമായി തീരുവാൻ, അതിന് നമ്മിൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദിവ്യ സ്വഭാവത്തിനോട് പങ്കാളികളാക്കി തീർത്ത നമ്മൾ ക്രിസ്തുവേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് ആത്മാവിനാൽ നമ്മൾ താദാത്മ്യം പ്രാപിക്കുകയും അതിൽ വളർച്ച പ്രാപിക്കുകയും, എന്നിട്ട് 4-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത് ആ ദൈവ തേജസ് മറ്റുള്ളവരിലേക്ക് വിളങ്ങുകയും വേണം. സ്തോത്രം. ശ്രദ്ധിച്ച്, ദൈവപ്രതിമയായ, മുകളിൽ നാം 4-ാം വാക്യം 3-ഉം 4-ഉം വാക്യങ്ങളിൽ കാണുന്നുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ. എങ്ങനെയാണ് ശോഭിക്കുന്നത്? ദൈവാത്മാവിനാൽ ഈ സുവിശേഷം നമ്മുടെ അകത്തു വന്ന്, അഥവാ ക്രിസ്തു സാന്നിധ്യം നമ്മുടെ അകത്തു വന്ന്
ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് ആത്മാവ് നമ്മെ അനുരൂപപ്പെടുത്തി ആ ആത്മാവിനാൽ നമ്മൾ അനുദിനം ക്രിസ്തു സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന വളർച്ച പ്രാപിക്കുമ്പോൾ മാത്രമാണ് ദൈവസന്നിധിയിൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി ദാനം ചെയ്ത ആ കൃപയുടെ വ്യർത്ഥമാകാതെ അതിൽ നിലനിൽക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ആ നിലയിൽ അകത്ത് നാം തന്നെ ദൈവസന്നിധിയിൽ ആ ദൈവ തേജസ്സിനോട് താതാത്മ്യപ്പെടുത്തുമ്പോൾ സംഭവിക്കേണ്ടുന്ന മറ്റൊരു വിഷയം, നമ്മെ ക്രിസ്തുവേശുവിലൂടെ പിതാവാം ദൈവത്തോട് നിരപ്പിച്ച് ക്രിസ്തുവേശുവിൻ്റെ സ്വരൂപത്തോട് നമ്മെ താതാത്മ്യപ്പെടുത്തി പിതാവിൻ്റെ അടുക്കൽ നിൽക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുവാനാണ് ദൈവാത്മാവ് നമ്മുടെ മേൽ തന്നതെങ്കിൽ, ദൈവാത്മാവിനാൽ സുവിശേഷത്തിൻ്റെ പ്രകാശനം നമ്മുടെ അകത്ത് വന്ന് ദൈവപ്രതിമയായി നാം രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് 4-ാം വാക്യത്തിലെ വാക്യം കൊണ്ട് ക്ലിയർ ആകുന്നുണ്ട്. അതോടൊപ്പം നാം സംഭവിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മെ കാണുന്നവർ ക്രിസ്തുവിൻ്റെ തേജസ് ദർശിക്കത്തക്ക നിലയിൽ നമ്മിൽ നിന്ന് പഴയ നിയമത്തിൽ ദൈവ തേജസ്സിൻ്റെ പ്രദർശനം മോശ ഏറ്റെടുത്തപ്പോൾ അത് ദർശിക്കുവാൻ, മുഖത്തേക്ക് നോക്കുവാൻ ജനത്തിന് കഴിയാതിരിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ അതിനേക്കാൾ തേജസ്സേറിയ ദൈവകൃപ ആത്മാവിൽ അകത്തു പ്രാപിച്ച ദൈവജനം, ദൈവസന്നിധിയിൽ നാം നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ എവിടെയായിരുന്നാലും ഈ തേജസ് മറ്റുള്ളവരിലേക്ക് പ്രവേശിക്കുവാൻ, അഥവാ സുവിശേഷത്തിൻ്റെ ഫലം മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കേണ്ടതിനാണ് ദൈവാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നാം ഈ പ്രാപിച്ച ദൈവകൃപ എന്ത് ചെയ്യുന്നു? വ്യർത്ഥമായി പോകുന്നു. ഇനി അത് പറഞ്ഞേച്ച് അതിൻ്റെ അടുത്ത വാചകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം കൂടെ നോയിക്ക്. ഇനി 7-ാം വാക്യം മുതൽ താഴോട്ട് പറയുന്ന കണ്ണിക നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. സീരീസ് ഓഫ് മെസ്സേജ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് എടുത്തു വന്ന് ഈ ഞായറാഴ്ച ഇത് സംസാരിക്കുമ്പോൾ മനസ്സ് ക്ഷീണിച്ചോ പതറിയോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, കർത്താവേ, ഞങ്ങൾ ഇത്ര പരമാർത്ഥതയോടെ നിന്നെ സ്നേഹിച്ചിട്ടും ഇത്ര പരമാർത്ഥതയോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും ഞങ്ങൾക്കെന്താ ഇങ്ങനെ പകർച്ചവ്യാധിയും രോഗവും ദുഃഖവും കഷ്ടവുമെന്ന് അനർത്ഥവും അപകടവുമെന്ന് ആരെങ്കിലും മനസ്സിൽ തോന്നുന്നെങ്കിൽ, ഇന്ന് പകൽ ദൈവാത്മാവ് ആ സന്ദേശത്തിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, ഇന്നത് സംസാരിക്കുവാൻ നിയോഗം തരുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നത്, എല്ലാം സുഖകരമായി മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി മാത്രമല്ല, പകരം ദൈവസന്നിധിയിൽ സകലവും പ്രതികൂലമാകുമ്പോൾ, സകലവും നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നതാണ് നമ്മിൽ പകരപ്പെട്ട സ്വന്തമല്ലാത്ത ദൈവകൃപ. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി എന്തിനാണ് ഞങ്ങളിൽ പകർന്നത്? ഇത് ഞങ്ങളുടെ സ്വന്തമല്ല, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്തിനു വേണ്ടിയാ? താഴോട്ട് നോക്കിക്കേ, അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? 8-ാം വാക്യം, സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. ഇനി അവിടെ താഴോട്ട് വായിച്ചതിൻ്റെ അവസാന ഭാഗം, ബുദ്ധിമുട്ടുന്നവർ. ഇനി 9-ാം വാക്യം, ഉപദ്രവം അനുഭവിക്കുന്നവർ. അതിൻ്റെ അവസാന ഭാഗം, വീണ് കിടക്കുന്നവർ. നോക്കി എത്ര കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അകത്ത് ദൈവാത്മാവ് വസിക്കുന്ന, സ്വന്തമല്ലാത്ത ദൈവശക്തി, അകത്ത് പകരപ്പെട്ട ദൈവാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുന്ന ദൈവജനം അനുഭവിക്കുന്ന സാഹചര്യം നോക്കിക്കോണം. സകല വിധത്തിലും പ്രതികരിക്കുന്നില്ല ആരും. സകല വിധത്തിലും ആർക്കേ ഉള്ളൂ ഈ കഷ്ടം? ആർക്കേ ഉള്ളൂ? അത്യന്ത ശക്തി അകത്ത് വ്യാപരിക്കുന്നവന് സകല വിധത്തിലും കഷ്ടമുണ്ട്. സ്തോത്രം. ഇല്ല, ഇവിടെ അല്ലെന്ന് തോന്നുന്നു. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പ്രതികരിക്കാൻ കഴിയുമോ? നാം ഈ ആത്മാവിൻ്റെ ശക്തി അകത്ത് വസിക്കുന്നത് കൊണ്ട് നമ്മുടെ അടുക്കലേക്ക് ഒരു വിധത്തിലും കഷ്ടം വരികയില്ലെന്നല്ല, സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ, സകല വിധത്തിലും ബുദ്ധിമുട്ടുന്നവർ, സകല വിധത്തിലും ഉപദ്രവം അനുഭവിക്കുന്നവർ, സകല വിധത്തിലും വീണ് കിടക്കുന്നവർ.
പക്ഷെങ്കിൽ അകത്ത് അത്യന്ത ശക്തി, സ്വന്തമല്ലാത്ത അത്യന്ത ശക്തി ഉള്ളത് കൊണ്ട് കഷ്ടം സഹിക്കുന്നെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇടുങ്ങിയിരിക്കുന്നില്ല. ഉറക്കെ പറഞ്ഞ നിങ്ങൾ വാചകം, ദൈവവചനത്തിലെ ആ വാക്യം ഒന്ന് നോക്കിയച്ച് പറ. കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ശത്രു ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മെ ഇടുക്കി കഷ്ടങ്ങളുടെ നടുവിൽ മനസ്സ് മടുപ്പിച്ച് നമ്മെ നിരാശപ്പെടുത്തി ദൈവകൃപയിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചിട്ട് എന്തുണ്ടായി? നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇടുങ്ങിയിരിക്കുവാനല്ല, മനസ്സ് ക്ഷീണിച്ചിരിക്കുവാനല്ല, ഇന്ന് പകൽ ആത്മാവിന്റെ ബലത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടുങ്ങിയിരിക്കുന്നില്ല. അടുത്തത്, ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കെന്തില്ല? ഉറക്കപ്പറ. അതേ ഇപ്പൊ മുഖത്ത് നോക്കിയിട്ട് കാണാനുള്ളൂ. അകത്ത് ദൈവാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ നിരാശ വരുമോ? സ്തോത്രം. ഇല്ലെന്ന് പറയുന്നത് തന്നെ നിരാശയോടെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഒന്ന് കര ഉയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ പറഞ്ഞല്ലോ, ഈ സീരീസ് ഓഫ് മെസ്സേജ് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസം സംസാരിച്ച് കഴിഞ്ഞിട്ട് വയ്യാതായി കഴിഞ്ഞ 1-2 സെഷനിൽ ഞാൻ കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളിൽ വിശ്രമിക്കുമ്പോൾ ഈ മെസ്സേജ് ഞാൻ ഇന്ന് എടുക്കാനിരുന്നതല്ല. പക്ഷേ രാവിലെ ദൈവവചനം എടുക്കുമ്പോൾ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് വരാൻ പറ്റുകയില്ലെന്നുള്ളത് രാവിലെ പിന്നെയും ബാബുച്ചാനോട് പറഞ്ഞേച്ച് ഒഴിവാക്കാമെന്ന് ശ്രമിച്ചതാണ്. അപ്പോഴും ദൈവാത്മാവ് എന്നെ ധൈര്യത്തോടെ ഇതിൻ്റെ മധ്യം നിർത്തുന്നത്, നാം ആരും ഇടുങ്ങിയിരിക്കുവാനുള്ളവരല്ല, ഇതിനേക്കാൾ തകർന്നു പോയി എന്ന്, ഉപദ്രവവും കഷ്ടവും വന്ന് നശിച്ചു എന്ന്, തകർത്ത് കളഞ്ഞു എന്ന് ശത്രു പറഞ്ഞ് മേലെഴുത്തെഴുതി വെച്ച സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം എന്നെയും നിന്നെയും വിടുവിച്ച് ഇതുവരെ കൊണ്ടുവന്ന് ഈ സഭയെ ഇന്നുവരെ നിലനിർത്തിയെങ്കിൽ ആ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. ആത്മാവിൽ പ്രചോദനമുള്ള ദൈവജനം ഒരു അല്പസമയം സ്തോത്രം ചെയ്യട്ടെ. ആത്മാവിൽ പ്രചോദനമുള്ള ദൈവജനം അല്പസമയം സ്തോത്രം ചെയ്യട്ടെ. നിരാശപ്പെടരുത്, ഭാരപ്പെടരുത്. സകല ബുധത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ അതിൽ തകർന്നു പോകുകയില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, താഴോട്ട് നോക്കിക്കേ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. മറക്കരുത്, ഇത് നമുക്ക് പ്രത്യാശ നൽകുന്ന വചനമാണ് അല്ലേ? നമ്മൾ എന്തനുഭവിക്കുന്നുണ്ട്? ഉപദ്രവം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ആരുപേക്ഷിച്ചിട്ടില്ല നമ്മളെ? തമ്പുരാൻ ഉപേക്ഷിച്ചിട്ടില്ല. ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉപേക്ഷിച്ചതാണ് എന്ന് മനസ്സ് നമ്മളോട് മന്ത്രിക്കും. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഉപേക്ഷിക്കപ്പെടുന്നില്ല. സ്തോത്രം. അടുത്ത വാചകം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ഗായക സംഘം ഒരു ക്രമീകരണം ചെയ്തുവെങ്കിൽ കടന്നു വരുവാനുള്ള ക്രമീകരണം ഒരുക്കണമേ. സ്തോത്രം. അടുത്ത വാചകം എന്താ എഴുതിയിരിക്കുന്നത്? വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. സ്തോത്രം. ദൈവം അങ്ങനെയൊക്കെ അല്ലേ നമ്മളെ കൊണ്ടുവന്നേ? വീണു, നശിച്ചു എന്ന് എല്ലാവരും മുദ്ര കുത്തിയില്ലേ? ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? ഏത് സംഘർഷഭരിതമായ സാഹചര്യം വന്നാലും, ഏത് സംഘർഷഭരിതമായ ബുദ്ധിമുട്ടുകൾ ഹൃദയത്തിൽ വന്നാലും ഈ സഭയെ ദൈവം കരുതുന്നുണ്ട് എന്ന്, ഇത് വീണ് നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്യാമോ? ഉറക്കെ സ്തോത്രം ചെയ്താട്ട്. ഞാൻ എൻ്റെ കുറിവാക്യം അതിലേക്ക് തന്നെ, എൻ്റെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരണം. അങ്ങനെ നോക്കിക്കേ, നശിച്ചു പോകുന്നില്ല, വീണ് കിടക്കുന്നവെങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇതിനകത്ത് സംഭവിക്കേണ്ടത് എന്തുവാ? അപ്പം ഈ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് തന്നിരിക്കുന്നതിനാ? യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. എന്നിട്ട് 14-ാം വാക്യം, എങ്ങനെയാണത് സാധ്യമാകുന്നെന്ന് 14-ാം വാക്യം പറയുകയാണ്. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ. സ്തോത്രം. അപ്പൊ ഈ സകല ബുദ്ധിമുട്ടുകളും അകത്ത് അത്യന്ത ശക്തി വസിക്കുമ്പോഴും വീണുകിടക്കുന്നു, ഉപദ്രവം അനുഭവിക്കുന്നു, കഷ്ടം അനുഭവിക്കുന്നു, അപമാനം സഹിക്കുന്നു. ഇതെല്ലാം സഹിക്കുമ്പോഴും അകത്തിരുന്ന് ഈ അത്യന്ത ശക്തി നമ്മളെ എന്ത് ചെയ്യുക? നശിച്ചു പോകാതെ നിലനിർത്തുക. എന്തിനു വേണ്ടി? ഒരു ദിവസം ഈ മർത്യതയുടെ സകല ബന്ധനങ്ങളെയും വിച്ഛേദിച്ച് നമ്മുടെ ഈ ശരീരത്തെ അവരോട് കൂടെ ഉയർപ്പിക്കേണ്ടതിന്.
അങ്ങനെ ഉയർപ്പിക്കുവാൻ വിളിക്കപ്പെട്ട അകത്ത് ശക്തി ലഭിച്ച ദൈവജനം, അത് മുഖാന്തരം സംഭവിക്കുന്നതാണ് അവിടുത്തെ താഴത്തെ വാക്യം. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഈ വചനത്തിൻ്റെ അർത്ഥം ആ മുകളിലത്തെ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നെങ്കിൽ, ഇന്ന് പകൽ വന്നേച്ച് ദൈവസന്നിധിയിൽ ഞാൻ ഈ ക്ഷീണിതനായി സ്തോത്രം ചെയ്യാൻ കഴിയാതിരുന്നാൽ, ആ കൃപ പലരിലേക്കും പെരുകി ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉതകേണ്ടുന്ന ദൈവജനം അവർ ക്ഷീണിച്ചു പോകുവാൻ സാധ്യതയില്ലേ? ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ നിർത്തുമ്പോൾ, ദൈവജനത്തെ ഇന്ന് പകൽ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഈ പകരപ്പെട്ട ദൈവകൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹത്വത്തിനായി ക്രിസ്തുവേശുവിലൂടെ സ്തോത്രം കരറ്റുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. പരിശുദ്ധ പിതാവേ, ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും അങ്ങയുടെ പാദപീഠം സമർപ്പിക്കുന്നു. അങ്ങ് കയ്യേറ്റിരിക്കിയാൽ സ്തോത്രം. കൃപ പെരുകി അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ അങ്ങ് ഇടയാക്കുന്നതിനായി സ്തോത്രം സമ്പൂർണമായി സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗാന ശുശ്രൂഷയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ദൂരത്തിരുന്നായി ദോഷി
വചനമുണ്ടായിരുന്നു, വചനം അത് ദൈവമായിരുന്നു. അവനെ കൂടാതെ ഉളവായതല്ല ഒന്നും. അങ്ങനെയെങ്കിൽ ആ വലിയ ദൈവത്തെ ശക്തിയോടെ, പൂർണ്ണ ശക്തിയെടുത്ത് അതിരങ്ങളെ തുറന്ന് നമുക്ക് ഒരിക്കൽ കൂടെ ഒരു ഗാനവും കൂടി പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നെയിം ഓഫ് ജീസസ്. Jesus, hallelujah. വിളിക്കു യോഗ്യനെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യനെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മണ്ണിടത്തിൽ നിന്നെയോർത്ത് ഉന്നതം വെടിഞ്ഞു വന്ന, മണ്ണിടത്തിൽ നിന്നെയോർത്ത് ഉന്നതം വെടിഞ്ഞു. നന്ദനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിട, നന്ദനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിട. വീണ്ടെടുക്കപ്പെട്ട കുത്തമേ, വേഗാലോടന്നു രക്ഷകന്റെ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കുത്തമേ, വേഗാലോടന്നു രക്ഷകന്റെ
രാജാമോടിച്ചൂടി രാജാതിരാജനെ ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം ആലിംഗനം ചെയ്യും നാളിലെന്താനന്ദം തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ അന്ന് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടന്മാർ വിട്ടാലും ക്രിസ്തിയായി ജീവിക്കും ഇഷ്ടന്മാർ വിട്ടാലും ക്രിസ്തിയായി ജീവിക്കും അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ അന്ന് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ കുടുംബക്കാർ തിട്ടമായി വിട്ടിടും കുടുംബക്കാർ തിട്ടമായി വിട്ടിടും കുട്ടു സഹോദരർ ഭ്രഷ്ടനായി തള്ളിടും കുട്ടു സഹോദരർ ഭ്രഷ്ടനായി തള്ളിടും അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ എന്തു മനോഹരം അന്ത ചിന്തിക്കുക എന്തു മനോഹരം അന്ത ചിന്തിക്കുക സന്തോഷദേശമേ നിങ്ങൾ ഞാൻ ചേർന്നിടും സന്തോഷദേശമേ നിങ്ങൾ ഞാൻ ചേർന്നിടും അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ ദൂരത്തായി കാണുന്ന സോദര കൂട്ടത്തെ യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ യോർദാനിനക്കരെ സ്വാഗത സംഘത്തെ അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം ഹല്ലേലൂയ അത് തീരുമേ ദുഃഖമില്ലാവും ചേരും ഞാൻ സ്വർഗ്ഗവേഗം കൊണ്ട് 13-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് വീണ്ടും മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 13, 13-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും, നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും. How long shall I take counsel in my soul, having sorrow in my heart daily? How long will my enemy be exalted over me? എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്കുത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. Lest my enemies say, I have prevailed against him. Lest those who trouble me rejoice when I am moved. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി അല്പസമയം കൂടെ നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. ദയവായി എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാമല്ലോ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം, സ്വാഗതമരുളുന്നു. ഇന്ന് പകലത്തെ ഈ വിശുദ്ധ സഭായോഗം നമുക്ക് അനുഗ്രഹവും ആത്മീക വർധനവും ദൈവനാമ മഹത്വത്തിന് കാരണവുമായി തീരട്ടെ. അനേക പ്രിയപ്പെട്ടവർ ഇന്ന് പകലെത്തിച്ചേരുവാൻ കഴിയാതെ ശാരീരിക ക്ലേശങ്ങളിൽ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നു. അവിടെ ആയിരുന്ന് ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. അവരെല്ലാവരെയും വഹിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നല്ലോ. കഴിഞ്ഞ ദിനങ്ങളിൽ ഏകദേശം 1.5 ആഴ്ചയോളമായിട്ട് ദൈവസന്നിധിയിൽ വളരെ 10 ദിവസത്തിലധികമായി 11 ദിവസത്തോളമായി
നാം ക്രമീകരിച്ച ഉപവാസ പ്രാർത്ഥന അതേ നിലയിൽ വളരെ ശക്തമായി നല്ല അനുഗ്രഹീതമായ കൂട്ടായ്മകൾ ദൈവം നമുക്ക് നൽകി. എന്നാൽ മുൻപോട്ടുള്ള സെഷനുകൾ നമുക്ക് ആ നിലയിൽ ഭവനങ്ങളിൽ നിർവഹിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലുണ്ട്. എങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥന തുടരണമെന്ന് ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ആയതുകൊണ്ട് ദൈവജനം എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം ഏതെല്ലാം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ദൈവം നിവർത്തിച്ചെടുക്കട്ടെ. കാരണം നമ്മുടെ എല്ലാം ചിന്തകൾക്കും നിരൂപണങ്ങൾക്കും അപ്പുറത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്ന് ഇതുവരെ എത്തിച്ചു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ദൈവകൃപയുടെ കരത്തിൽ ഫലമേൽപ്പിക്കുന്നു. നമ്മുടെ ക്രമീകരണങ്ങളെല്ലാം ഭംഗിയായി സുഗമമായി മുൻപോട്ട് പോകേണ്ടതിന് ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. മുഖവരിയായി അതിഥികളായി കടന്നു വന്നവരെ പരിചയപ്പെടുത്തുവാനുള്ള അവസരം വേർതിരിക്കുന്നു. നമ്മുടെ മധ്യ ഇന്ന് അർലിംഗ്ടൺ ചാക്കോച്ചാൻ്റെ അങ്കിളിൻ്റെ കുഞ്ഞുങ്ങൾ ബെത്ത് ആൻഡ് ജോർജ് അവർ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ കുഞ്ഞുങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓക്കെ, റിയലി വി അപ്രീഷിയേറ്റ് യുവർ പ്രസൻസ് ഇൻ അവർ മിസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു. ഒരു വാക്ക് നിങ്ങൾക്ക് ഗ്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരാൾക്ക് സഭയെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് ഒരു വാക്ക് പ്രസ്താവിക്കണമെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്. ഫീൽ ഫ്രീ ടു ഷെയർ കപ്പിൾ ഓഫ് വേർഡ്സ്. ഓക്കെ, താങ്ക് യു. ദൈവം ധാരാളമായി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ പ്രത്യേക സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും വിവിധ സാഹചര്യങ്ങളായിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, വിശേഷാൽ പ്രിയ ജോൺസൺ ഉണ്ണുണ്ണി എൻ്റെ ഇളയ മോനെ പഠന മേഖലയിൽ നിന്ന് കടന്നു വരുവാൻ ദൈവയുടെ അഖിലഭജനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റു കുഞ്ഞുങ്ങളും എല്ലാവരും കടന്നു വന്ന് എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവം നമ്മളെ വിടുവിച്ച വിടുതലുകൾ അതിശക്തമാണ്. നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളെല്ലാം ഗൗരവമായ സാഹചര്യങ്ങളിലൂടെയാണ് ദൈവം നമ്മളെ പലപ്പോഴും പല സന്ദർഭങ്ങളും വിടുവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വൈകുന്നേരം സൂമിലൂടെ ഞങ്ങളുടെ ബോർഡ് മീറ്റിംഗ് കൂടിയപ്പോൾ പ്രിയ ചാർലി ബ്രദർ ഓർപ്പിക്കുകയുണ്ടായി, ഒരു പക്ഷെങ്കിൽ അടുത്ത ആഴ്ച ഇവിടെ വേറൊരു സർവീസ് നടക്കേണ്ടതായിരുന്നു. അത്രമാത്രം ക്രിട്ടിക്കലായ ഒരു സാഹചര്യത്തിലൂടെ പെട്ടെന്ന് പ്രിയ ചാർലി ബ്രദർ കടന്നുപോയി. ചില സെക്കൻഡുകൾ ഒരുപക്ഷെ വൈകിയെങ്കിൽ അത് അപകടകരമാകുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുത കരത്താൽ ആ വാക്കുകൾ പറയുമ്പോൾ തൻ്റെ കണ്ണുകൾ നിറയുന്നതും തൻ്റെ കണ്ടമിടറുന്നതും ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരം നീക്കിപ്പോക്ക് നൽകി. താൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കേണ്ടതിന് ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവകരത്തിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് പ്രിയപ്പെട്ടവർ അനേകർ ഈ ദിവസങ്ങളിൽ പനിയുടെ അസ്വസ്ഥതയാലും മറ്റും ഭാരപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയുവാൻ ഇന്ന് കഴിയുന്നില്ല. ഞാൻ എല്ലാവരെയും ആത്മാർത്ഥമായി ഓർത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നല്ലോ. എല്ലാവരെയും വഹിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അത്യാവശ്യമായി സാക്ഷിവാചകത്തിലൂടെ സ്തോത്രത്തിനോ പ്രാർത്ഥനയ്ക്കോ ഒരു വാക്ക് പ്രസ്താവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാക്ക് പ്രസ്താവിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ തന്നെ ഇന്ന് സാക്ഷിവാചകമായി ഒരു വാക്ക് പ്രസ്താവിക്കുവാൻ എന്നോട് താല്പര്യമായി ആവശ്യപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ പ്രിയ കുവൈറ്റിൽ നിന്ന് ഈ രാജ്യത്ത് കടന്നു വന്ന് പഠനം പൂർത്തീകരിച്ച് ജോലിയിലൊക്കെ പ്രവേശിച്ച് നമ്മോട് ഒരുമിച്ച് നിരന്തരം കൂട്ടായ്മ ആചരിക്കുന്ന പ്രിയ ജെയ്സൺ ഡേവിഡാണ്. ജെയ്സൺ ഡേവിഡ് ഇവിടെ അകത്തുണ്ടോ? ജെയ്സൺ ഡേവിഡ് ഈസ് ഹിയർ. എത്തിയിട്ടില്ല എന്ന് കരുതുന്നു. ഒരു വാക്ക് സാക്ഷ്യം പ്രസ്താവിക്കാനായിട്ട് താൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ടൈമിൻ്റെ എന്തെങ്കിലും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. പ്രിയ കുഞ്ഞ് ഒരു വാക്ക് പ്രസ്താവിക്കുവാനുള്ള സമയം, അവരുടെ ക്ലാസ് കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അവിടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അവർ അറ്റൻഡ് ചെയ്യുകയായിരുന്നല്ലോ. പ്രിയ ജെയ്സനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജെയ്സൺ ഈ രാജ്യത്ത് കടന്നു വന്ന് കുവൈറ്റിൽ വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബമാണ്. ആ പ്രിയ പൈതൽ ഈ രാജ്യത്ത് കടന്നു വന്ന് നമ്മോട് ഒരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം ആ പ്രിയ പൈതലിനെ ഇവിടെ കൊണ്ടുവന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഫീൽ ഫ്രീ ടു ഷെയർ കപ്പിൾ ഓഫ് വേർഡ്സ്. ടെസ്റ്റ് മണി ആയിട്ട് പ്രിയ മോന് പറയുവാൻ മോനെ മൈക്രോഫോൺ കൊടുത്തോട്ടെ. As you all know, as most of you know, I've been with Bobison and I came here for my job, and I got a job in Goldman Sachs, it's a investment bank company, and so I was with Bobison and I was just trying to find out
തന്നെ ഭവനങ്ങളിൽ അത്യന്ത ശക്തിയുടെ വ്യാപനം അനുഭവിച്ച സൗഖ്യമായി ആത്മാവിലും ശരീരത്തിലും ബലമായി വിടുതലായി അത് അനുഭവിച്ചറിയുവാൻ ഇടയാക്കുമാറാകണം. അങ്ങ് നൽകിയ അധികാരത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതലായി സൗഖ്യമായി ആരോഗ്യമായി ബലമായി അനുഗ്രഹം അനുഭവിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയും കയ്യേൽക്കും യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. ഇംഗ്ലീഷ് കൊയറിൻ്റെ ഗാന ശുശ്രൂഷയ്ക്ക് ശേഷം കർത്താവിൻ്റെ ദാസൻ ജെയ്സൺ ഇംഗ്ലീഷ് മെസ്സേജ് നടത്തുകയും കർത്താവിൻ്റെ മേശ ഇന്ന് കർത്താവിൻ്റെ ദാസൻ തന്നെ ശുശ്രൂഷ നിർവഹിക്കുന്നതുമായിരിക്കും. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഏകാഗ്രതയോടെ ആയിരിക്കാം. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. Galatians 4 verses 4-5. But when the set time had fully come, God sent his son, born of a woman, born under the law, to redeem those under the law, that we might receive adoption to sonship. Amen. As we gather here today, many people across the world are celebrating Christmas this week. And we as children of God have a special opportunity to not only remember the birth of Christ, but to remember the purpose in which he came. Because God loved us so much to send his son to be the redemption for each one of us. Because none of us could have made it here. None of us could have made it to eternal life on our own, on any of our own merits, but only through the blood of Christ. So let's thank him as we worship for him coming down, coming from his glory into a humble nature, born of a virgin, born into a manger, so that he could redeem us, so that one day we could stand and worship him and have communion with him together. Over the hills and everywhere. Go
to the Son. In joyful, joyful we adore thee, God of glory, Lord of love. Hearts unfold like flowers before thee, opening to the sun above. Melt the clouds of sin and sadness, drive the dark of doubt away. Giver of immortal gladness, fill us with the light of day. Giver of immortal gladness, fill us with the light of day. Giver of immortal gladness, fill us with the light of day. Oh, let's give a shout of praise to the King, for He is worthy. You were the Word at the beginning, for with God the Lord Most High. Your hidden glory in creation is now revealed in you are Christ. What a beautiful name it is! What a beautiful name it is! The name of Jesus Christ, my King. What a beautiful name it is! Nothing compares to this. What a beautiful name it is! The name of Jesus. You didn't want heaven without us, so Jesus, you brought heaven down. My sin was great, your love was greater. What could separate us now? What a wonderful name it is! What a wonderful name it is!
desperation, I turned to heaven and spoke your name into night. Then through the darkness, your loving kindness tore through the shadows of my soul. The work is finished, the end is written. Jesus Christ, my living hope. So great a mercy, what heart could fathom such boundless grace? The God of ages stepped down from glory to wear my sin and bear my shame. The cross has spoken, I am forgiven. The King of Kings calls me his own. Beautiful Savior, I'm yours forever. Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain. There's salvation in your name, Jesus Christ, my living hope. Through the morning that sealed the promise, your very body began to breathe. Out of the silence, the roaring lion declared the grave has no claim on me. Came the morning that sealed the promise. Your very body began to breathe. Out of the silence, the roaring lion declared the grave has no claim on me. Oh, Jesus, yours is the victory. Oh, hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. For you have broken every chain. There's salvation in your name, Jesus Christ, my living hope. Hallelujah, praise the one who set me free. Hallelujah, death has lost its grip on me. You have broken every chain.
is our God. Oh, we praise you, Jesus. Father God, we thank you, Lord God, for this opportunity that we were able to have, Lord God, to just worship you once again, Lord God. We thank you, Lord God, for your goodness, Lord God, and your faithfulness, Lord God. That even, Lord God, in the Garden of Eden, Lord God, you had a plan to send your Son to redeem mankind once again. Lord God, we thank you for the love that you have for us, Lord God. We thank you, Lord God, so much for this time we were able to have, Lord God. Be with Pastor Jason as he's bringing your word, Lord God. Strengthen him, Lord God. Be with all of us, Lord God. Continue to bless us the rest of the service. In Jesus' name we pray, amen. Praise the Lord. You may be seated. Thank you, worship team. Praise God. What an amazing time it is to worship the Lord, as always, and just singing some songs that reflect upon his birth. What an amazing time it is for us. Can I get an amen? Amen. Praise God. I just want to once again welcome all of you in the precious name of our Lord and Savior Jesus Christ. As Pastor mentioned already, we do have a few guests among us, and I want to welcome you especially and thank you for being here on this special Sunday. I want to begin by acknowledging Avinash Rao, who is here with his mother. Avinash, if you are here, could you just wave at me from wherever you may be? I don't see a wave yet, but I trust that you're here somewhere. But Avinash and his mother are here with us. Avinash is a friend of Joel George, going to college with him at UTD. And so we're so grateful for him. And also want to acknowledge Beth as well. I did not know that Beth would be here. Beth and her husband are here, I believe, from California. So grateful to have you guys with us as well. And want to welcome back several of our college students, post-college students. Jeff is here with us from Arizona. Welcome back, Jeff. Ryan Matthew is here with us from San Antonio. We've got a few people from that great school in Austin, Crystal and Ivana, and also we have Swapna, who's here also with us from Austin. Joel Johnson, so grateful to have you back with us from Colorado to get a break from that harsh winter there, and we're warmer than usual. But anyway, grateful to have you guys with us. If I'm leaving anybody out, please don't hurt me. It was by mistake, but I'm so grateful to have you guys with us as well. And for those of you watching us online, as always, we're so thankful that you're watching our stream and praying that this service is a blessing to you as well. As Pastor mentioned, many among us are sick with either the cold or the flu, and so we're praying for a vast number of people. And as you know, Charlie Uncle is currently in the hospital, and we are praying for him and his recovery, and we're praying for, like as many people, and even Pastor himself is weak, but we're grateful to have him here with us, and in the midst of what he's going through, that he's here to serve us, and so thankful for him. But let us make sure to pray for one another, check on people as best you can, and for those of you who are sick, obviously take the time to take rest and drink plenty of fluids, and we're here to serve you and support you in any way we can. So just wanted to make sure we do that. Before I get into the message this morning, I do want to acknowledge a very special person. A few weeks ago, one of the residents in the apartment community behind us reached out to us and said she's a pre-K teacher at a local school here in Garland. And she said, I have 12 students in my class, and we were wondering if the church would be willing to sponsor some Christmas gifts for these children so they could have Christmas gifts during Christmas time. And they reached out to us, and I basically reached out to Christopher Yohanan, and I told Chris, since he's our outreach coordinator for the youth, and I basically asked him, hey, Chris, can you help us out? This is the person, Anna, can you connect them with gifts? And so he was able to take that responsibility on, and if we could take that picture, show the picture that I shared with you just a moment ago. Thanks to Chris and to the youth group, to our church for sponsoring. Can we just give Chris a round of applause real quick? Because I just want to say that he took the initiative, did not without any hesitation, took the charge, and I'm so grateful for him. And not only do they get Christmas gifts on Christmas Day, but they also get the gospel in their hand as well. Each of these bags will have the gospel message in Spanish as well as in English, so that these families are introduced to the gospel truth. Can I get an amen for that? Amen, amen, yes. What a joy it is for that, and thank you once again, Chris, for that. This morning, as we are now in the Advent season, as we are approaching the day of Christmas this week, can anyone tell me what day it is Christmas lands on? Thursday, yes. Very good, very good. I'm just making sure you guys are oriented in our timing here. All right, if you have your Bibles with you, go ahead and open up to the Gospel of Luke, chapter 2. And as you're turning there, you may be asking, hey, why are we doing this? Like, what's the point of this? Are we really supposed to be doing this? And I'm here to tell you that it is always good to take a moment to reflect upon the arrival or the birth of Jesus Christ.
Because there's so much truth, so much in the way of his mission and his heart for you and for me, in the way that he came to the earth, that we can glean from his heart just in the way that he was born into the world. And so as we're reflecting on these verses, my hope and my prayer is that you would glean some truths that would bless your heart as you approach this Advent season. And truths that I believe convey to you the heart of your Savior and his love for you. And so we're going to look at the Gospel of Luke chapter 2, verses 4, 5, 6, and 7, 4 through 7, and we're going to go from there to 8 to 12 a little bit later on in the limited time that we have. So let me go ahead and read here. So Joseph also went up from the town of Nazareth in Galilee to Judea, to Bethlehem, the town of David, because he belonged to the house and line of David. He went there to register with Mary, who was pledged to be married to him, and he was expecting a child. While they were there, the time came for the baby to be born, and she gave birth to her firstborn, a son. She wrapped him in cloths and placed him in a manger because there was no guest room available for them. Father God, as we're in your presence once again, as we revisit this moment in history, Lord God, let it not just gloss over our minds because we've read it a million times, but let us really reflect and meditate on what your Spirit would have us to learn today. We ask this in Jesus' name. Amen. Now, I know that it's entirely possible when you read those verses that you may be thinking about your local neighborhood nativity scene. You might be imagining what it must have been like, and maybe you're holding your favorite Starbucks drink in your hand, your holiday drink, right? You're going and you're looking at that nativity scene, and you're like, man, it's so amazing how beautiful it is to see Joseph and Mary and the shepherds and cute baby Jesus along with the animals. What an amazing view it is, and it might create a cozy, warm feeling inside. Maybe it's just me. I'm not sure about you guys, but maybe it brings about a nostalgic sense of like, wow, how amazing it is to see this beautiful scene in front of my eyes. What a great experience it is. And I don't know about you, but it can kind of make you feel somewhat nostalgic as you see this scene. And I just want to convey to you, as beautiful as that image may be as you're looking at it from wherever you are, that there is truth that is beyond the beauty that you see there. While we celebrate it with great joy and great love, and we look at it with great amazement and awe and wonder, back in that specific time, that was not something that people were looking at necessarily with joy and amazement in the way that I'm going to bring it to you today. Let's look at it like this. So as we read the verses that we just looked at, Joseph and Mary are traveling from Nazareth to, what's a place where Jesus was born at? Bethlehem. Does anyone know how long the distance was between Nazareth to Bethlehem? 90 miles. 90 miles, not in a Honda. 90 miles by foot. By foot, you had to walk or get on a horse or some sort of an animal to travel that distance. You know how many days it might have taken to travel from Nazareth to Bethlehem? I'm not asking that's great if you guys know the days. But just to let you know that it is a 90-mile journey. Now, the Bible is clear that the Holy Spirit came upon Mary, and she conceived. Now, we know that the angel Gabriel appeared to Mary and to Joseph. And we now know the story, how it all came about. But how do you think it was for the parents of Mary and the parents of Joseph when they discovered that Mary was pregnant? Can you imagine with me how that conversation must have been when they brought to their attention that she's pregnant? Hey guys, mom and dad, guess what? We're not fully married yet, but guess what? Mary is pregnant. And you can imagine the jaws dropping. But don't freak out. It was the Holy Spirit. The Holy Spirit impregnated her to the point that she has a son, and he's the Son of God. He's the Messiah. Can you imagine with me how it must have been for Joseph's parents, for Mary's parents to have received that news? Do you think they were excited? Were they happy? No, they're probably thinking to themselves, what is wrong with our kids? Are they delusional right now? Are they having some sort of a psychotic break? Are they
what are they doing? That they're lying to us to such an extent that they're covering up this major sin that has occurred in the life of Mary and Joseph. What is going on here? You see, I want you to understand that while we look at this moment with amazement, awe, and wonder because of what we know, for Joseph's parents and for Mary's parents and for the entire family, they don't see it that way. They see it as a major desecration to their family. And we see it most clearly because when you look at the way Joseph and Mary are traveling 90 miles from Nazareth to Bethlehem, nobody is recorded as being with them. There is no mother recorded being with them. There is no father recorded as being with them. They are traveling by road alone from one point to the other. There is no relative with them. There's no paid servant with them. So my sister is currently pregnant, and she's expecting her third child in just a month or two. This is her third child, and my parents have already made arrangements to travel and be with her during that time in her life. Because this is what parents do. When a child is about to be born, they will do anything they possibly can to go and be with their daughter or son so that they can support the new arrival of their grandchild. And this is the first grandchild. This is the firstborn of Mary. And you see that nobody is walking with them in her first experience of giving birth to a child. No mother, no father, no paid servant. They didn't have the ability to even pay for a servant to travel with them. Why? What's the reason? Because what you need to know is that while we celebrate the arrival of Christ, back then, it wasn't a celebration. It was a scandal. Back then, it wasn't a celebration, but to the parents, to the family, and the friends of Joseph and Mary, what was growing inside of her womb was nothing short of a scandal and a desecration, a humiliation to the family, so that nobody would go with Mary and Joseph on that long journey to Bethlehem. Whatever happens, let it happen. If she collapses, let she collapse. If she passes out or dies, whatever, let it go, because we cannot do anything to go with her in this humiliating situation. And I want you to know this. You may be coming in here. The first lesson I want you to understand is this. Your Jesus is willing to enter into the mess of your life. Jesus is willing to enter into the messiest situations of our life. No matter the scandal, no matter the skeletons that are arranged in your closet from 1 to 100, whatever, Jesus is willing to enter into the messiest, the most despicable, the most humiliating scandals of our life. And before he could even form a word, before he could even take a breath, the message of the Father to the world is this, that I am willing to enter into pain. I am willing to enter into mess. I am willing to enter into a scandal because of my great love for you, my son and my daughter. Do you understand the significance of this? That he arrived in such a way that he would enter into the mess of our lives. Amen. As we continue on, let's look at verse 6. Can someone read for me for verse 6? All right, I'm just got a very limited time because I know our time is already running out, so I'm going to wrap it up very quickly because I don't have as much time. I want to mention this to you as well. When they were traveling to the town of David, this is Joseph's ancestral town. One would assume that there are relatives of Joseph in the town. And I've shared this with you before. I don't know if you remember this, but if I were to go to Kerala today, if I were to board a plane, Qatar, and travel to Kerala today, I haven't been to Kerala in so many years, it's embarrassing. But when I go to Kerala, because my parents have, they have their ancestors there, and they have, descendants there. They because I know I'm related to my mom and dad, or I'm related to even some of my cousins here, or my aunts and uncles here. Simply because I'm related to them, I have a guaranteed pass to be able to go and at least to have a meal with somebody, perhaps even stay with them for that night.
Simply because I'm related to somebody from my life. Right? That's right. Some of you might even open up, your family members might even open up their home to me. Maybe, maybe not. But that being said, we'll talk about this some other time. The reason I'm saying this to you is this. Joseph is going back to his ancestral town. Surely there's a family member that's there. Surely there's a relative that knows Joseph that's there. But you see here that he has nobody who would be willing to open the home up for him. Nobody is there. Nobody is there. And what does that convey to us? Is that utterly rejected are they, Joseph and Mary, because simply of the baby growing inside of Mary. That there is nobody who is willing to open up their home to Joseph and Mary to come have a meal, come stay with us. We see her in this condition. Nobody is there. And that conveys to you that they were utterly rejected, that to the point that he could not even find a place amongst his family there. So he's having to search for an inn, and there's no room even in the inn, to the point that they have to stay amongst animals in a stable. Jesus not only comes into the mess of your lives, Jesus not only comes in with the towel wrapped around his waist, washing the dirt of the feet of the disciples, conveying to you that he's willing to get into the mess that nobody's willing to clean up. Jesus is also the one who says, I understand what it feels like to be rejected. I know what it's like to be rejected because my own parents, my earthly parents, experienced rejection because of me. Even before he could be born, before he could say a word or take a breath, he was already conveying to you, the Father, I know what it's like to be rejected by man. I know what it's like to be disconnected from people, people that are supposed to love you, people that are supposed to have your back. The bonds that are deeper the bond, the deeper the hurt. Amen. The deeper the bond, the deeper the hurt. You can imagine the rejection these parents are facing and feeling. And Jesus is conveying to you, my son, my daughter, if you're sitting here today and you feel the sting of rejection, you're not alone, because I have felt it too. Even before I took a breath, even before I took a step, before I was even born, we already felt rejection. So you can bring yourself to God. And I, because of the sake of time, I don't have much time, so I'm going to close my words. If I could go ahead and have the keys up here. For the sake of time, I'm going to conclude my words here. But I want you to know this simple truth. As we want to celebrate Christ and we have this warm and cozy feeling about Christmas, and it's great, it's nostalgic. I'm not here to just burst your bubble. But understand that this is not just about warm and cozy feelings. But as we celebrate it, please remember, once it was a scandal back then. And number two, we can see that it was also a point where Christ experienced, or even the people of Joseph and Mary felt rejection. And so that conveys to you that he understands what rejection is like. So I'm here to speak to somebody in this room today. Some of you are understanding what it's like to have skeletons in your closet. Some of you know what it's like to feel rejected. Some of you know what it's like to feel forgotten. And I'm here to tell you that while man may forget you, while man may turn their back on you, while man may scorn you, please understand the heart of the Father towards you is nothing like that. He loves you and he's chosen you and he understands what it is that you're going through. Would you come back to him today? Submit yourself, surrender yourself to his love and his grace in your life. In this specific moment right now, would you surrender to him? And as we're moments away from participating in the table today, this right here represents to you the extent for which he will go and bridge the chasm that was created by our sin. He would go to the extent of dying on a cross for you and for me, for our salvation. At this moment, I'm going to ask you to close your eyes with me as we bow our heads for a word of prayer. Praise God. Praise God. Father God, as we're in your presence today, we acknowledge the moments that led to the birth of Jesus. Convey the heart of the Father towards us. Lord God, as a young couple who are engaged to be married, were traveling 90 miles from Nazareth to Bethlehem, they had no one with them, Lord God. No mother, no father, nobody was with them. And they made that journey to Bethlehem by your grace. And Lord God, we acknowledge that in that moment, they felt what it was like to be disowned and rejected and to be in the midst of a scandal.
But in that, we also know, Lord God, that it conveys your heart towards us, that you also understand what that is like as well. And Lord, we also acknowledge that in moments that led to his birth, that there were moments where they felt forgotten, felt rejected. And so I pray, God, even today, for those among us who are experiencing what it's like to be in the midst of a scandal, or in the midst of rejection, or in the midst of being forgotten, that they experience the overwhelming sense of a love that comes down to them from heaven. May we submit and commit that to you as well. May we submit our lives to that love as well. And we ask this in Jesus' name. Amen.